കുറച്ച് കോമഡിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ശരിക്കും പറഞ്ഞൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. മിസ്സസ് ഹിറ്റ്ലറിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുപോലെ ചന്ദ്രമഴയിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതികരണവും ആളുകൾക്കൊരു സ്നേഹം ഏത് സീരിയലിൽ അഭിനയിച്ച സമയത്താണ് കിട്ടിക്കൊണ്ടിരുന്നത്? അതിപ്പം രണ്ടും രണ്ട് രീതിയിലുള്ള സ്നേഹമായിരുന്നു. അതിപ്പോൾ അമൃതയാണെങ്കിലും ജ്യോതിയാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ചെന്നാലും ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്വന്തം കുട്ടീനെ പോലെ തന്നെയാണ് നമ്മളെ സ്വീകരിക്കുക. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു സ്നേഹമില്ലേ, അയ്യോ എവിടെയായിരുന്നു, കുറെ നാളായല്ലോ കണ്ടിട്ട്, മെലിഞ്ഞോ അല്ലെങ്കിൽ തടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, അതുപോലെ അങ്ങനത്തെ ഒക്കെ ഒരു സ്നേഹമാണ്. അതിപ്പോ അമൃതയായിട്ട് പ്ലേ ചെയ്താലും ജ്യോതിയായിട്ട് ആണെങ്കിലും. അതിപ്പോ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും ഒരു ഫാമിലി ഓഡിയൻസ് ഒരുപാടുണ്ടല്ലോ ചേച്ചിക്ക്, അപ്പൊ അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാ? അതന്നെ ഞാൻ പറഞ്ഞത്, അവരുടെ സ്വന്തം കുട്ടീനെ പോലെ, അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ തന്നെയാ നോക്കുക. ആ ഒരു സ്നേഹം കിട്ടുന്ന, സത്യം പറഞ്ഞാല് അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾക്ക് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലേ അല്ലെ. അപ്പം അതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ ഭയങ്കര രസമുണ്ട്. അത് ബെസ്റ്റ് ഫ്രണ്ട് പറയാം, എന്റെ എല്ലാമാന്ന് പറയാം. എല്ലാത്തിനും കൂടെ കൂടിക്കോളും. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ എനിക്ക് ടപ്പ് എന്ന് ആൻസർ ചെയ്യണം. അതായത് പടപടയെന്ന് ആൻസർ ആണ്. ഓക്കെ, ഫേവറേറ്റ് സീരിയലോ? അത് മിസ്സസ് ഹിറ്റ്ലർ. ഫേവറേറ്റ് ഡ്രസ്? സാരി. ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ഫേവറേറ്റ് കാർ? ഫേവറേറ്റ് കാർ അയ്യോ, ഓട്ടോമാറ്റിക് കാർ. എന്തായാലും ഓട്ടോമാറ്റിക് കാർ ഏതായാലും. ഡ്രൈവിംഗ് കാർ ഓടിയോ? അതില്ല, ഞാൻ ഓട്ടോമാറ്റിക് കാർ ഏതായാലും ഇല്ല. ഇതുപോലെ ഒരു ഇൻസിഡന്റ് നടന്നില്ല, അതിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് വണ്ടി ഓടിക്കണേ? എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പം മിസ്സസ് ഹിറ്റ്ലറിന്റെ ഷൂട്ടിന് തന്നെയാ. അപ്പം 2 വീലർ ഓടിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ചെറുതിലേ തൊട്ട് എനിക്ക് ഈ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത കൂട്ടത്തില്ല. സൈക്കിള് വീട്ടിൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ബാക്കിൽ 2 വീലുള്ള സംഭവം ഇല്ലേ, ഈ ഒരു ബാലൻസിന് വേണ്ടിട്ട് വെക്കില്ലേ, അങ്ങനെയാണ് ഓടിച്ച് പരിചയമുള്ളത്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, സാരില്ല മേഘന നമുക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഠിച്ച് വന്നാൽ തന്നെ പഠിച്ചിട്ടൊക്കെയാ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു കയറ്റത്തിലേക്കായിരുന്നു വണ്ടി കയറേണ്ടത്, ഒരു കയറ്റ. അപ്പം ഇച്ചിരി കയറാൻ പ്രയാസം ഉണ്ടായിരുന്നപ്പോഴത്തേനും ചേട്ടൻ നമ്മുടെ അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, മേഘ്ന അതൊന്ന് ആക്സിലേറ്റർ കൂട്ടി കൊടുത്താൽ മതി, അതങ്ങ് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഈ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ ആള് ഇറക്കണം എന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ഇറക്കണം എന്ന് പറഞ്ഞു തന്നില്ല. ഞാനും അതങ്ങ് വിട്ടുപോയി, അങ്ങ് വെച്ചു കൊടുത്തു. സംഭവം അങ്ങ് പറഞ്ഞ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ പോവല്ലേ. എന്റെ മനസ്സിലെന്താ വെച്ചാൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മറ്റുള്ളവർക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് നേരെ പോയിട്ട് സൈഡിലേക്കൊന്നും മാറ്റിയില്ല, ഞാൻ നേരെ അങ്ങ് പിടിച്ച്. കാരണം സൈഡിൽ പോയിട്ട് ആർക്കെങ്കിലും ഒന്നും പറ്റണ്ടല്ലോ, സൈഡിൽ കൂടെ ഒക്കെ പാസിങ്ങിന് കുറേ പേര് പൊക്കോണ്ടിരിക്കണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് എപ്പിസോഡിന്റെ അകത്തായിരുന്നു, ആ ഒരു 4 എപ്പിസോഡിന്റെ അകത്തുള്ള ഷൂട്ടായിരുന്നു. അപ്പം അല്ലല്ല, ഒരു വീടിലായിരുന്നു. ആ വീട്ടിലിങ്ങനെ കേറ്റവാ. അപ്പം അന്ന് ഷൂട്ട് മാത്രം എനിക്ക് 19 പേരെങ്കിലും മിനിമം ഉണ്ടാവും. അപ്പൊ അത്രയും പേരിങ്ങനെ നടക്കുവാ സൈഡിൽ കൂടെ പാസിങ് ആയിട്ട്. അപ്പം ഞാൻ നേരെ ജിബായിരുന്നു, ജിബിലേക്ക് അങ്ങ് വെച്ച് കയറ്റി കൊടുത്തു. ഭാഗ്യത്തിന് ആ ചേട്ടൻ ജിബ് പൊക്കി, ക്യാമറയും ജിബും കൂടെ പൊക്കിയപ്പോഴത്തേനും കമ്പിയിൽ ഇടിച്ചിട്ട് തെറിച്ചിങ്ങനെ ഒറ്റ വെച്ച്. ഇല്ല, ഭാഗ്യത്തിന് വീണത് പുല്ലില്ല. പിന്നെ ചോരൊക്കെ ഉണ്ടായിരുന്നു, മുട്ടും കൈയൊക്കെ പറഞ്ഞു. പിന്നെ അപ്പൊ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വന്നിട്ട് ആരടി സർ എന്ന് പറഞ്ഞ് വീണ്ടും നിന്നു. മൈൽസ്റ്റോണാ? മേഘ്ന സ്റ്റുഡിയോ ബോക്സ്. സ്വന്തമായിട്ട് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം, പറഞ്ഞിരിക്കണം. അതിൽ അവസരങ്ങൾ പോയി എന്നുള്ള എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. അത് എൻ്റെതായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. അത് താണ്ടി ഒരു കോഡ് പോകുമ്പോഴത്തേനും ഞാൻ നോ പറയും. ഇല്ല, നേരത്തെ നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എനിക്ക് എന്താണെന്നറിയോ, ഞാൻ എന്തൊരു പൊട്ടിയാന്ന് ആലോചിക്കണേ. എനിക്ക് അവർക്ക് വിഷമാവുമെന്ന് തോന്നും. അയ്യോ, അവരെങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ എന്ന് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നോ പറയാത്തത് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് വിചാരിച്ചിട്ടാണ്
ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അത് പ്രശ്നങ്ങൾ വരത്തേ ഉള്ളൂ. ബെറ്റർ നോ പറയാം. അതിപ്പോ ഓപ്പോസിറ്റ് ആൾക്ക് വിഷമാവണേ നമ്മൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും പിന്നീട്. ഓപ്പോസിറ്റ് ആൾ എന്ത് വിചാരിക്കണമെന്നും ചിന്തിക്കേണ്ട ആവശ്യം. എന്ത് വിചാരിക്കുന്നു, ഞാൻ എന്ത് വിചാരിക്കുന്നു എന്നല്ല ചിന്തിക്കുക, അവർക്ക് വിഷമായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ നോ പറയാൻ മടിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ നോ പറയാൻ ഡബിൾ ഇല്ല, ഞാൻ 10 വട്ടം നോ പറയും. അടുത്ത്, ഞാൻ വേറെ ലെവലാണെന്ന് സ്വയം തോന്നിയ നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്രയും സീരിയലൊക്കെ അഭിനയിച്ചല്ലേ? വേറെ ലെവലോ? എന്നാലും ഒരു പ്രൗഡ് മൊമെന്റ്. അയ്യോ, ഞാനൊരു സാധാരണ ഒരു പെൺകുട്ടിയാ. വീട്ടിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ, അല്ല വേറെ ലെവലാണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാനായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ഇല്ലില്ല, വേറെ ലെവലൊന്നും, സാധാരണ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും അടങ്ങുന്ന ഒരു പെൺകുട്ടി, അത്രേ ഉള്ളൂ. കൂടെ ഉള്ളവർ ഓരോ അയ്യോ ഞാൻ കാണിച്ചില്ല. കൂടെ ഉള്ളവർ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്ത്? കൂടെ ഉള്ളവരെ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ? ഇല്ലേ? ആരെങ്കിലും കാരണം? ഇല്ല ഇല്ല ഇല്ല. അടുത്ത്, ഞാൻ അല്ലെങ്കിൽ ആരുടെ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. വേറെ അമ്മ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മേനെയാണോ ഉദ്ദേശിച്ചത്? അമ്മ അങ്ങനെ കുഴപ്പക്കാരിയൊന്നുമല്ല. ഇപ്പോഴും അമ്മ ഇവിടെ അമ്മ അങ്ങനെ കുഴപ്പക്കാരിയൊന്നുമില്ല. അമ്മ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില കണക്കുകൾ വീട്ടാനുള്ളതാണെന്ന് കരുതി മനസ്സിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലേ? അതുമില്ലേ? കണക്ക് വീട്ടാനാണ് പണി ഇവിടെ. ഞാൻ അങ്ങനെ പ്രതികാരം വീട്ടുക അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ. കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമുക്കത് എന്താ പറയാ, അങ്ങനെ പ്രതികാരം വീട്ടുക, നമുക്ക് നമ്മളുടെ സന്തോഷത്തിന്റെ പുറകെ പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ പോയിട്ട് പ്രതികാരം വീട്ടണം. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയാ, ഞാൻ ആ നമ്മളുടെ വേൾഡിൽ അവരില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ ആ ഫേസേ കാണൂല. ഇല്ല, ഞാൻ എൻ്റെതായിട്ടുള്ള സന്തോഷത്തിൽ അല്ലെങ്കിൽ എനിക്ക് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ചുമ്മാ റിവെഞ്ചിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് എപ്പോഴായാലും നമുക്ക് കിട്ടിയിരിക്കും. ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ. ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കൂടെ അതിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ആശിച്ചിട്ടുണ്ട്? ഒരുപാട് വട്ടം. ഉണ്ടോ? ഏതൊക്കെയാ? 2 പടം പറ. എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് പറയാനാണെങ്കിൽ കൊറേ പടം തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരു പടമായിട്ട് എനിക്ക് ഏതെങ്കിലും കാണും. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടത് ഏതാ? പാച്ചു ഉണ്ടായിരുന്നു, പാച്ചു അത്ഭുത വിളക്കും. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. സിനിമയുടെ ഭാഗമാവണോന്നാണോ തോന്നിയത് അതിലെ, അതോ നായിക ചെയ്ത ക്യാരക്ടർ? അങ്ങനെയല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോഴത്തേനും എനിക്ക് കൂടുതലും പഴയ പടങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കിലുക്കം തോന്നിയിട്ടുണ്ട്. അതില് രേവതി മാം ചെയ്ത ക്യാരക്ടറല്ലേ, അടിപൊളിയല്ലേ? പിന്നെ മറ്റേ മിന്നൽ മുരളിയിലെ ഷെല്ലി ചേച്ചി ചെയ്ത ക്യാരക്ടറല്ലേ, അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് സിനിമ കാണുമ്പോൾ മാത്രല്ല, ഇപ്പൊ നമ്മള് റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നും.